അമ്മ സംഘടനയുടെ ജനറൽ ബോഡി യോഗവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ നടി ശ്വേതാ മേനോനെ പിന്തുണച്ചും സംഘടനയിലെ മറ്റു ഭാരവാഹികളുടെ നിലപാടുകളെ വിമർശിച്ചും നടി പ്രിയങ്ക അനൂപ് രംഗത്ത്. ജനറൽ ബോഡിയിൽ അവതരിപ്പിച്ച കണക്കുകളിലെ പിഴവുകൾ മുൻകൂട്ടി ചൂണ്ടിക്കാണിക്കാതിരുന്ന ഓഡിറ്റർക്കും അഡ്വക്കേറ്റിനും ഇതിൽ വ്യക്തമായ പങ്കുണ്ടെന്നും ഒരു സ്ത്രീയെ ചേർത്ത് പിടിക്കുന്നതിന് പകരം ഒറ്റപ്പെടുത്താനാണ് എല്ലാവരും ശ്രമിച്ചതെന്നും പ്രിയങ്ക പറയുന്നു. ജനറൽ ബോഡി വയ്ക്കുമ്പോൾ കണക്കുകൾ അംഗങ്ങളെ ബോധ്യപ്പെടുത്തണം. ശ്വേത അവതരിപ്പിച്ച കണക്കുകൾ കൃത്യമല്ല. കണക്കുകൾ എല്ലാം അറിയുന്ന ഓഡിറ്റർ എന്തുകൊണ്ട് പ്രശ്നങ്ങൾ ശ്വേതയെ ചൂണ്ടിക്കാണിച്ചില്ല? ഈ പറയുന്ന ഓഡിറ്റർക്കും അഡ്വക്കേറ്റിനും അറിയില്ലേ ഇങ്ങനെയൊരു സാധനം ജനറൽ ബോഡിക്ക് വച്ചാൽ പാസ് ആകില്ലെന്ന്? അത്രയും അറിവുള്ള ആൾക്കാരാണല്ലോ അവര്. സ്ത്രീകൾ ഭരിക്കുമ്പോൾ അവർക്ക് തെറ്റുകൾ പറ്റാം, കാരണം അവർക്കത് സംബന്ധിച്ച് അനുഭവ പരിചയമില്ല. തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ച് അടുത്ത വർഷത്തേക്ക് നല്ല രീതിയിൽ ചെയ്യാനുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. ഞാൻ ലാലേട്ടന്റെ തൊട്ടടുത്തിരുന്നയാളാണ്. അദ്ദേഹത്തിന്റെ മുഖഭാവം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും എത്ര വിഷമിച്ചാണ് അദ്ദേഹം ഇരുന്നതെന്ന്. കാരണം ഇവരൊക്കെ എന്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത സംഘടനയാണ്. ഇത് മുഴുവൻ കേട്ടൊരാൾ ഇരിക്കുമ്പോൾ എന്തൊക്കെയാണ് അവിടെ നടന്നത്? ഇത്രയും വലിയൊരു മനുഷ്യൻ ഇരിക്കുമ്പോൾ ആ മാന്യത നമ്മൾ കാണിക്കേണ്ടതല്ലേ? കണക്കിന്റെ മിസ്റ്റേക്കാണ് ഈ പ്രശ്നങ്ങൾ കൂടാൻ കാരണം. അവർക്ക് പറഞ്ഞു കൊടുത്തുകൂടെ ഇപ്പോൾ ജനറൽ ബോഡി വെക്കണ്ട, വച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകും, അതുകൊണ്ട് ചെറിയ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് കണക്ക് അവതരണം 2 മാസത്തേക്ക് നീക്കിവെക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു വിഷയവും ഉണ്ടാവില്ലായിരുന്നു. തെറ്റ് അവിടെയാണ് സംഭവിച്ചത്. അൻസിബയുടേതടക്കം എന്ത് പ്രശ്നമുണ്ടായിരുന്നുവെങ്കിലും മെയിൻ കാര്യം ഇതാണ്: കണക്ക് പാസ്സാകാതെ ഒരിക്കലും നമുക്ക് അവിടെ ഇരിക്കാൻ യോഗ്യതയില്ല. എൻ്റെ മനസ്സിൽ തോന്നുന്നത് ട്രാപ്പായിരുന്നു എന്നാണ്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ: ഈ ഓഡിറ്റർക്കും ഒരു അഡ്വക്കേറ്റിനും അറിയാത്തൊരു കാര്യം ശ്വേത എങ്ങനെ മനസ്സിലാക്കും? ശ്വേത നിരപരാധിയാണ് അതിനകത്ത്. ഞാൻ പറയും, തുറന്നു പറയും, ആ ശ്വേത നിരപരാധിയാണ്. അവർക്ക് അറിയാൻ വയ്യായിരുന്നു. ഈ പ്രശ്നങ്ങൾ വന്നെങ്കിൽ പോലും ശ്വേതയെ മാത്രമായി ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം സംഘടനയിലെ എല്ലാവരും കൂടിയാണ് ഇതൊക്കെ നോക്കേണ്ടിയിരുന്നത്. കണക്കുകൾ 21 ദിവസം മുൻപ് കൊടുക്കണം. എല്ലാ അംഗങ്ങളും ഇത് വായിക്കും. ഇത്രയും കാര്യങ്ങൾ ഉള്ളപ്പോൾ എന്തിനാണ് നമ്മൾ ഈ കണക്ക് ശരിയായി ബോധിപ്പിക്കാതിരുന്നത്? ശ്വേത കുറേ നേരം പിടിച്ചു നിന്നു. ഒരു ലേഡി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. ഒരു സംഘടന എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയല്ലേ വേണ്ടത്? അവരെ ചേർത്ത് നിർത്തുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, അല്ലാതെ തല്ലി പിരിയുകയായിരുന്നില്ല. ഒരാൾ പോലും അവരെ പിന്തുണയ്ക്കാൻ തയ്യാറായില്ല. എന്തിനു വേണ്ടിയായിരുന്നു അത്? നമുക്ക് ആൾക്കാരെയൊക്കെ എടുത്തു കളയാൻ പറ്റും, പക്ഷേ ഇതിനൊക്കെ എതിരാണ് താനെന്ന് പ്രിയങ്ക പറഞ്ഞു. മാത്രമല്ല, അൻസിബയെ കുറിച്ചും പറയുന്നുണ്ട്. അൻസിബ പറഞ്ഞ കാര്യങ്ങളെല്ലാം അൻസിബ വ്യക്തമായി സംസാരിക്കുന്ന ഒരു കുട്ടിയാണ് എന്ന് ഇതിനു മുൻപ് തന്നെ പ്രിയങ്ക പറഞ്ഞിരുന്നു. വ്യക്തമായ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് വ്യക്തമായി എഴുതി ഫയലുകളുമായിട്ടാണ് അൻസിബ എത്തിയത്. എന്നാൽ അമ്മ യോഗത്തിൽ പ്രിയങ്കയ്ക്ക് സംസാരിക്കാൻ ഒരു ചാൻസ് ഉണ്ടായിരുന്നില്ല എന്നും പ്രിയങ്ക പറയുന്നുണ്ട്. അൻസിബ വരുന്നതിന് മുൻപ് പ്രിയങ്ക സംസാരിക്കാൻ ചെന്നപ്പോൾ, അതായത് അൻസിബ പറഞ്ഞു പ്രിയങ്ക ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞിരുന്നു. പ്രിയങ്ക എപ്പോഴാണ് ഭീഷണിപ്പെടുത്തിയത് എന്ന് അൻസിബ മറുപടി പറയണം എന്ന് പ്രിയങ്ക പറഞ്ഞു. ആ സമയത്ത് അൻസിബയോട് മറുപടി ചോദിക്കുന്ന സമയത്ത് അൻസിബ വന്ന് തന്നെ കെട്ടിപ്പിടിക്കുകയും ആ പ്രശ്നം അവിടെ തീരുകയും ചെയ്തു എന്നാണ് പ്രിയങ്ക പറയുന്നത്. ഇത് ആ ഒരു സംഘടനയ്ക്കുള്ളിൽ തീരേണ്ട ഒരു ചെറിയ പ്രശ്നമായിരുന്നു. ഏറ്റവും ഒടുവിലെത്തുന്ന വാർത്ത രമേശ് പിഷാരടി അമ്മയിൽ നിന്നും രാജിവെച്ചു എന്നാണ്. ഇരുന്ന സമയം കൊണ്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. ബാബുരാജ ഒത്തിരി എഫർട്ട് എടുത്തിട്ടുണ്ട് ഓരോ പ്രോഗ്രാമിനും. മുമ്പിരുന്നവര് ബാബുചേട്ടൻ എന്തോരം എടുത്തിട്ടുണ്ട്. ഇടവേള ബാബുചേട്ടൻ എന്നോട്ടിരിക്കണതാ. അത് കണക്ക് കാര്യങ്ങളൊക്കെ കറക്റ്റ് പക്കയായിട്ട് ചെയ്ത ഒരാളാണ്. നമ്മൾ അവരൊന്നും കുറ്റമല്ല പറയണത്. ഈ വന്ന ആൾക്കാര് മാറ്റങ്ങൾ വേണ്ട എപ്പോഴും. എന്താണ് കുറച്ച് മാറ്റം വരുന്നത്, അത് ചെയ്യാൻ പറ്റുമോ നോക്കുക. എന്നിട്ട് എല്ലാരും കൂടെ കൂടി ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോവാ. അതല്ലേ വേണ്ടത്. പക്ഷെ ചേച്ചി, ഈ കണക്കിന്റെ കേസിൽ ഇപ്പൊ ചേച്ചി പറഞ്ഞു അവരുണ്ടായിരുന്ന സമയത്ത് എല്ലാം പക്കയായിരുന്നു. പക്ഷെ അവിടെ ശ്വേത ചേച്ചി തന്നെ പറയുന്നുണ്ട് അവരിന്ന് കിട്ടിയതാണ് നമുക്ക് പക്കയല്ലായിരുന്നത്, നമുക്ക് അത് സോൾവ് ചെയ്യാനായിരുന്നു സമയം വേണ്ടി വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അതിലൊരു ക്ലാരിറ്റി. അത് ഞാൻ പറയാം. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന കണക്കിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഒരു പ്രശ്നം ഇതിനകത്ത് എന്താ, ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എടുത്തിട്ടാണ് അടുത്ത ആൾക്കാര് പുതിയതായിട്ട് തുടങ്ങുന്നത്. ഇത് ഞാൻ പഠിച്ച ആളല്ലേ, ഞാൻ ആ സെക്രട്ടറി ആയിട്ട് ഇരുന്നുള്ള വിവരം പറയാം. ഇത് തൊട്ടിട്ടാണ് വീണ്ടും അടുത്ത സെക്ഷനിലേക്ക് പോവുക. അപ്പൊ ഇവര് നോക്കുമ്പോ ക്ലോസിംഗ് ബാലൻസ് വന്നപ്പോ എന്തൊക്കെയോ മിസ്റ്റേക്സ് കണ്ടു. ആ മിസ്റ്റേക്സ് കണ്ടത് ഇവിടെ സംസാരിച്ചപ്പോ എന്ത് പറഞ്ഞു, നമുക്ക് വേണേ അതെന്തോ വേറെന്തോ ഒരു വാക്ക് ഉപയോഗിച്ചു, വേണേ ഒന്നും കൂടെ ഓഡിറ്റ് ചെയ്യാം, എന്തോ ഒരു പേര് പറഞ്ഞു. അങ്ങനെ ഓഡിറ്റ് ചെയ്യാം. അപ്പൊ എല്ലാരും സമ്മതിച്ചു ചെയ്യാന്ന്. ചെയ്തു നോക്കണേ. ഇത് ജനറൽ ബോഡി കൈയടിച്ച് പാസ്സാക്കി. അന്ന് പാസ്സാക്കി. അന്ന് എന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന് പറഞ്ഞാ അതിന് ഉത്തരവില്ല. അന്ന് എല്ലാരും കൂടെ യൂണിറ്റി ആണല്ലോ, എല്ലാരും കൂടെ പാസ്സാക്കി. ചിലരൊന്നും നോക്കിയില്ല, ചിലർ നോക്കിയൊരു ഉത്തരങ്ങൾ ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഈ തവണ വന്നപ്പോ എന്തായി, ഇതൊന്നും കൂടെ എല്ലാം ഒന്ന്
ചെയ്താൽ കറക്റ്റ് ആവൂലേ എന്ന് ശ്വേത ചോദിച്ചു. അത് ചോദിച്ചത് കറക്റ്റാ. അപ്പോഴാണ് നിങ്ങളുടെ കണക്ക് എങ്ങനെയുണ്ട് അത് കാണിക്കൂ, നിങ്ങളുടെ കണക്ക്. അപ്പം ശ്വേത ആ കാലയളവ് ചെയ്ത കണക്കിന്റെ എല്ലാ സപ്പോർട്ട് ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയോ ഒന്നോ രണ്ടൊക്കെ മിസ്റ്റേക്ക് ഉണ്ടായില്ല. ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, അതിനകത്തോട്ട് പോകേണ്ട കാര്യമില്ല, മിസ്റ്റേക്ക് ചോദിക്കേണ്ട കാര്യമില്ല, ട്രഷർ ഒപ്പിട്ടിട്ടില്ല, അതാണ് പ്രശ്നം. അപ്പൊ ഈ ജനബോഡി വെക്കരുതായിരുന്നു, നേരത്തെ പറഞ്ഞ പോലെ ഒരു 3 മാസം കഴിഞ്ഞിട്ട് വെച്ചാൽ മതിയായിരുന്നു. ഇനി ട്രഷർ ഇല്ലേ, ജനബോഡി ഇപ്പൊ പാസ്സാക്കായിരുന്നു, പകരം ആര് വരും, തൽക്കാലം ഇതൊക്കെ ഒന്ന് നോക്കാൻ ചെയ്യിക്കായിരുന്നു. പക്ഷെ ചേച്ചി ചിന്തിക്കുന്ന പോലെ പലരും ഇപ്പൊ ബാബുരാജേട്ടനൊക്കെ ബൈറ്റ് കൊടുത്ത സമയത്ത് ശ്വേത ചേച്ചിക്ക് എതിരെയാ പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ ചേച്ചിക്ക് ശ്വേത ചേച്ചിക്ക് ഒരു സമയം കൊടുക്കായിരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കായിരുന്നു എന്നുള്ളത് പലരും അവിടെ ചിന്തിക്കുന്നില്ലല്ലോ. കുറെ പേര് ചിന്തിച്ചിട്ടുണ്ടല്ലോ, പറയാതിരുന്നതാ. കുറെ പേര് ചിന്തിച്ചു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എന്താ പറയണ, അമ്മയ്ക്കകത്തുള്ള ഒരു സംഘടനയ്ക്കകത്തുള്ള വിഷയങ്ങള് ചിന്തിക്കാതെ എങ്ങനെ എന്ന് വെച്ചാൽ അവരെ 5 കൊല്ലോ 3 കൊല്ലോ ഇരുത്താനല്ല നമ്മൾ പറഞ്ഞത്. ഇവര് പോകുന്ന ഇപ്പൊ ഇനി അടുത്ത എന്തായാലും ഒരു ജനബോഡി വെക്കണം, ആ സമയം വരെ അവർക്കൊരു പീരീഡ് കൊടുക്കുക, എന്നിട്ട് അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് അവർ പോയിക്കോട്ടെ, വേറെ ആൾ കയറിക്കോട്ടെ. ശ്വേതയ്ക്ക് അവിടെ തന്നെ നിക്കണം എന്നുള്ള ശ്വേത പറഞ്ഞിട്ടുമില്ല. എനിക്ക് കറക്റ്റായി കാര്യങ്ങൾ തീർക്കാനുള്ള സമയം തരണം എന്നാ പറഞ്ഞേ. അത് ശ്വേത പറഞ്ഞായിരുന്നല്ലോ, കൊടുത്തില്ല. അങ്ങനെയൊക്കെ ചെയ്യാ. ഞാൻ പറഞ്ഞ എന്റെ ഒരു ഇതാ പറഞ്ഞ, അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മള് സംഘടന പൊളിക്കാനല്ലല്ലോ നോക്കണ്ടേ, നന്നാക്കി കൊണ്ടുപോകാൻ നോക്കണ്ടേ, യോജിപ്പിച്ച് കൊണ്ടുപോകും. ചേച്ചിക്ക് അവിടെ സംസാരിക്കാൻ എന്തെങ്കിലും അവസരം കിട്ടിയിരുന്നു? ചേച്ചി സംസാരിച്ചു. എന്നെ സംസാരിക്കാൻ സമ്മതിച്ചേ ഇല്ല, തന്നുമില്ല, സംസാരിച്ചില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ സംസാരിക്കാൻ കയറിയത് അൻസിബ പറഞ്ഞപ്പോ ഞാൻ കയറി. അപ്പോഴത്തേനും ഒരു ഇതെല്ലാവരും പോയിട്ടുണ്ട്, രാജിവെപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ കയറിയത്. അപ്പൊ അൻസിബ ചോദിച്ചതിന്റെ മറുപടി, അൻസിബ ഇതിന് മറുപടി പറയണം, ഞാൻ എപ്പോഴാണ് ഭീഷണിപ്പെടുത്തിയത്, പ്രിയങ്ക ചേച്ചി ഭീഷണിപ്പെടുത്തി, ആ കാര്യം ചോദിക്കാൻ ഞാൻ കയറി. അപ്പൊ തന്നെ അവൾ ഓടി വന്നു, മൈക്കിന്റെ അടുത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു, പോട്ടെ ചേച്ചി സാരൽ, അവിടെ തീർന്നു. ഞാൻ പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു സ്ഥലത്ത് ഞാൻ സംസാരിച്ചിട്ടില്ല. എന്നെ ഇഷ്ടം പോലെ ഇന്റർവ്യൂവിന് വിളിക്കുന്നുണ്ട്, ന്യൂസ് ചാനൽ വിളിക്കുന്നുണ്ട്, ഞാൻ കൊടുക്കാറില്ലല്ലോ, എനിക്ക് ആവശ്യം തോന്നിയില്ല. കാരണം അമ്മയ്ക്കകത്തുള്ള അംഗങ്ങളെ കുറിച്ചായിരിക്കും നമ്മൾ ഓരോന്നും സംസാരിക്കുക, അത് പല രീതിയിൽ പുറത്തു വരും, എനിക്ക് താല്പര്യമില്ല. അപ്പോഴാണ് സലീമേട്ടന്റെ വിഷയം വന്നത്, അത് അതിലങ്ങ് കയറിപ്പോയി, അത് 1 മില്യൺ കൊണ്ട് അങ്ങനെ അങ്ങ് പോയി. അപ്പൊ പിന്നെ എന്റെ കാര്യം അതിലങ്ങ് തീർന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇനി വരട്ടെ, വരുമ്പോ നമുക്ക് നോക്കാലോ മുന്നോട്ട്. എന്തായാലും ലാലേട്ടൻ ഒരു വാക്ക് പറഞ്ഞു, അമ്മ അങ്ങനെ തകർത്ത് കളയാന്ന് ആരും വിചാരിക്കണ്ട പറഞ്ഞു. അമ്മ ഒരിക്കലും തളരില്ല, അത് മതി, ആ ഒരു ധൈര്യം ഞങ്ങൾക്ക് ഉണ്ട്. ഞങ്ങളുടെ ലാലേട്ടനല്ല, അദ്ദേഹത്തിന്റെ വിഷമവും കൂടി ഉണ്ട്. അപ്പൊ അങ്ങനെ അമ്മ തീരുന്ന് വിചാരിക്കണ്ട, ആ ലാലേട്ടൻ തന്ന ഉറപ്പ് മതിയെന്നേ. നമ്മളൊക്കെ അതിന്റെ ധൈര്യത്തിൽ തന്നെ ഇരിക്കണത്. ലാലേട്ടനും മമ്മൂക്കിയൊന്നും ഇല്ലാത്തൊരു അമ്മ ഇല്ല, എന്റെ മനസ്സിലതാ, ചിന്തിക്കാനേ കഴിയില്ല. കാരണം അവരാണ് അമ്മ എന്ന് പറഞ്ഞൊരു തലപ്പത്തിരിക്കുന്നത്. അവരിനിയും തലപ്പത്ത് വരെയോ ഒക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാലും അമ്മ നന്നായിട്ട് പോകും. ബാക്കി കരുത്ത് കൊടുക്കാനും ശക്തി ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ കയ്യിലുണ്ട്, എന്തിനും തയ്യാറായ. ബാബുരാജാണിയിലൊക്കെ ഞാൻ ബാബുരാജനൊന്നും ഇന്ന് വരെ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ, ഒന്നും പറഞ്ഞിട്ടില്ല. അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ പൊന്നമ്മ ബാബു, പൊന്നമ്മ ചേച്ചി, ഞാനും പൊന്നമ്മ ചേച്ചിയൊക്കെ ഭയങ്കര ഒരു ഇതാണ് ഞങ്ങൾ കോമ്പോ എന്നൊക്കെ പറഞ്ഞ പോലെ. എന്തുണ്ടെങ്കിലും വിളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അങ്ങനെ പറയരുതട്ടോ, ഇങ്ങനെ പറയില്ലട്ടോ, അവിടെ പറയുമ്പോ ഇങ്ങനെയാവട്ടോ, ഇങ്ങനെ ഞങ്ങൾ പറയും. കാരണം അറിവില്ലാതെ നമ്മുടെ വായിന്ന് ചാടി പോകരുത്, അതായിരിക്കും പിന്നെ വിഷയം വരിക. അപ്പൊ പൊന്നമ്മ ചേച്ചി പറയാത്ത കാര്യം വരും. അപ്പൊ എന്നോട് എന്താ പ്രിയ, ഞാൻ പറഞ്ഞില്ല അങ്ങനെ. അപ്പൊ ഞാൻ എന്തെങ്കിലും ചേച്ചി സംസാരിക്കും, ഞാൻ ചേച്ചിയുടെ മുഖത്തേക്ക് ഞാൻ പറയാറുണ്ട് വേണ്ട. കാരണം ഞങ്ങളൊക്കെ സംസാരിച്ചിരി സൗണ്ട് ഷൗട്ടിങ് പോലെയൊക്കെ സംസാരം. ചേച്ചിക്കൊക്കെ പെട്ടെന്ന് ബീപ്പ് ഒത്തിരി സംസാരിക്കും, അപ്പൊ അത് നെഗറ്റീവായി തീരും. അതിന്റെ ആവശ്യമില്ലെന്ന് പറയാൻ ഞാൻ പറയാതെ ചേച്ചി പറയൂ കേട്ടോ, കറക്റ്റായിട്ട് തന്നെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ആർക്കും ദോഷം ചെയ്യാതെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണ്. ഈ ടിനി ആണെങ്കിലും അൻസിബി ആണെങ്കിലും ഒന്ന് സംസാരിച്ച തീർക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളത് പൊന്ന ചേച്ചി എപ്പോഴും പറയും. ചേച്ചി, നമ്മളിപ്പോ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് പെർട്ടിക്കുലർ ആയിട്ട് ഒരു സംഘടനയിൽ നടക്കുന്ന ഇഷ്യൂകളെ പറ്റിയും അവിടെ നടന്ന ചർച്ചകളെ പറ്റിയിട്ടൊക്കെയാണ്. അപ്പൊ ഞാൻ ചേച്ചിയുടെ അടുത്ത് കുറച്ച് പോയിന്റ്സുകൾ ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ്. അതായത് ഇത് ഞാൻ പറയുന്ന പോയിന്റ്സ് എല്ലാ സംഘടനയിലും എല്ലായിടത്തും അസോസിയേഷൻസിലൊക്കെ നടക്കുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ അത് അമ്മ സംഘടനയെ എങ്ങനെ എഫക്ട് ചെയ്തു എന്ന് ചേച്ചിക്ക് തോന്നി എന്നുള്ളതൊന്നും അറിയാൻ. ഇതൊക്കെ ചോദിക്കുന്നതുള്ള എനിക്ക് അതിന് മാത്രം വിവരമുള്ള ആളും. എന്നാലും ചേച്ചി അമ്മയുടെ സംഘടനയിൽ ആദ്യം മുതലേ ഉള്ള അംഗമാണ്.